ബീട്രൂട്ട് വെച്ചിട്ടൊരു കറി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. ബീട്രൂട്ട് വെച്ചിട്ട് വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്കൊന്ന് വീഡിയോ കാണാം. ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ 4 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതേപോലെ ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചും കൂടെ ചതച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു പച്ചമുളകും കൂടെ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബീട്രൂട്ട് ഇത്തിരി കനം കുറഞ്ഞിട്ട് ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു കൊടുക്കുക. ഒരു 3 വിസിൽ വന്നാൽ മതി. നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ തക്കാളിയും സവാളയും ബീട്രൂട്ടും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ആവശ്യമില്ലെങ്കിൽ അതേപോലെ ചെയ്യുക. തക്കാളിയിൽ നിന്നും അതേപോലെ സവാളയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം തന്നെ മതിയാവും നമുക്കിത് ആവശ്യത്തിന്. നമ്മൾക്ക് കുക്കറിൻ്റെ അടിക്ക് പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3 വിസിൽ വന്നിട്ടുണ്ടെച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്.
ബീട്രൂട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കറി തയ്യാറായി കിട്ടി. നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഈ കറി ഇതേവരെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഈ കറി തയ്യാറാക്കിയവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.